ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള, ആവശ്യമല്ല, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അത് ഹെബ്രായ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 1-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 1. 2-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനമാണ്. 1-ാം തിരുവചനം ബൈബിൾ തുറക്കണം, എന്നിട്ടൊന്ന് കണ്ടുപിടിച്ചേ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ചു പേർക്കെന്നല്ല, നമുക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. കണ്ടോ, ഇതാണ് വചനം. ഒന്ന് നമുക്ക് അതൊന്നും കൂടെ കേൾക്കാം. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച വചനം എൻ്റെ കൂടെ പറഞ്ഞേ. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ വചനം പറയുന്നത് നാം കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളിലും അടുത്ത് ഇടപെടുകയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ആ കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനം നമ്മുടെ ആത്മീയ ജീവിതത്തെ ശ്രദ്ധിക്കണമെന്ന്, അല്പം കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദൈവവചനമാണ്. അതായത് നമ്മുടെ പലരുടെയും ഒരു ചിന്ത, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന വ്യക്തിയൊക്കെയാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നിങ്ങനെ ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കിട്ടിയ കൃപയെ കൂടുതൽ ആശ്രയിക്കുകയും കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുക വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ്. പറയുന്ന എനിക്ക് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ കൂടുതൽ ശ്രദ്ധ ചില കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കണം. ആമേൻ. പറഞ്ഞേ ആമേൻ. ആമേൻ. ഒരുപക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഈ കേട്ട് ഇതൊക്കെ എന്ത് ഉണ്ടാവുമല്ലോ അല്ലേ? ഇതൊക്കെ എന്ത്? നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരും. പിന്നെ ലൂക്കാസ് വിശേഷം 19-ാം അധ്യായം, സക്കേവൂസ് മരത്തെ കയറി. കുറെ നാളായി അയാൾ മരത്തെ കയറിക്കൊണ്ടിരിക്കുന്നു. കയറട്ടെ. ഏത് ധ്യാനത്തിന് പോയാലും ഏത് ശുശ്രൂഷയ്ക്ക് പോയാലും സക്കേവൂസ്, ബർത്തിമിയൂസ്, കാനായിലെ വിവാഹം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വളരെ പരിചിതമായ കാര്യങ്ങളാണ്. എത്ര വർഷങ്ങളായി നമ്മൾ ഇത് കേൾക്കുന്നു? വല്ല ഓർമ്മയുണ്ടോ? എത്ര വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നു? എത്ര ധ്യാനങ്ങൾ കൂടി എണ്ണമുണ്ടോ? എത്ര വചന ശുശ്രൂഷ, എത്ര കൺവെൻഷൻ. ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? നമ്മൾ കൂടി വരുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ച് വരുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനോടൊക്കെയുള്ള ശ്രദ്ധ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് നമ്മൾ വേറെ കാര്യങ്ങളിലോട്ടാവും ശ്രദ്ധ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫോക്കസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 8-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 8. അറിയാവുന്ന വചനമാണ്. ഏതാ വചനം? ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണെന്ന്. നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം. എങ്കിലേ അനുദിന ജീവിതത്തിൽ ബ്ലെസ്സിങ്സ് ഉള്ളൂ. ഞാനൊരു കൊച്ചുദാഹരണം പറയാം.
എൻ്റെ സ്വന്തം ഇടവക ദേവാലയത്തിൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിലെ അമ്മ എപ്പോഴൊക്കെ ആ പള്ളിയിൽ ചെല്ലുമ്പോൾ അപ്പോഴൊക്കെ ഈ അമ്മ കുർബാന കഴിയുമ്പോൾ സങ്കീർത്തി സൈഡിൽ വന്നിട്ട് അമ്മ പറയും, സങ്കടപ്പെട്ട് പറയും, അച്ഛാ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, മകന് കുഞ്ഞില്ല. അപ്പം ഈ അമ്മ എല്ലാ ദിവസവും വരും മകന് വേണ്ടിയും മകൻ്റെ വൈഫിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ. വലിയ സ്നേഹമുള്ള കുടുംബമാണ്. നാളുകളായിട്ട് ഇവരുടെ പ്രാർത്ഥനയാണ് ഒരു കുഞ്ഞിനെ കിട്ടണം, കുഞ്ഞിനെ കിട്ടണം. അപ്പം ഞാൻ ഈ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം, അമ്മേ ദൈവം തരും, ഉറപ്പാണ്, ഉറപ്പാണ്. അങ്ങനെ നാളുകൾക്ക് ശേഷം ഇവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടി. പിന്നീട് ഞാൻ ഇടവക പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന അവസരത്തിൽ സങ്കീർത്തിയുടെ പുറകിൽ ഈ ചേച്ചീനെ, അതായത് ഈ അമ്മയെ കാണാനില്ല. സാധാരണ അവിടെ വന്നുകൊണ്ടിരുന്നതാണല്ലോ. അപ്പം ഞാൻ അന്വേഷിച്ചു, പള്ളിയിൽ വന്നിട്ടില്ല. അപ്പോൾ അതെന്നെ അത്ഭുതപ്പെടുത്തി. എന്നാൽ പിന്നെ ഈ ചേച്ചീനെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ചേച്ചി അതായത് ഈ അമ്മ ഈ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അമ്മേ ഇന്നിപ്പോൾ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ. അച്ഛാ കൊച്ചിൻ്റെ കാര്യം ആര് നോക്കും? കൊച്ചിൻ്റെ കാര്യം ആര് നോക്കും? ഞാനില്ലെങ്കിൽ പിന്നെ ആരാ ഉള്ളതച്ഛാ? ഞാനല്ല ഇതെല്ലാം നോക്കേണ്ടത്. കൊച്ചിൻ്റെ അമ്മ അവിടെയുണ്ട്. ഇത് അമ്മാമ്മയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പം ഈ അമ്മാമ്മ പറയുന്നത് ഞാൻ വേണ്ട ഇതൊക്കെ നോക്കാനായിട്ട്. അച്ഛാ ചെറുപ്രായമല്ലേ, ഇപ്പോഴല്ലേ നമ്മുടെ ശ്രദ്ധ വേണ്ടത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പള്ളി, പരിശുദ്ധ കുർബാന, കൂദാശകൾ, കുറേ നാളായച്ച ഇപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട്. ആരായിരുന്നു? എല്ലാ ദിവസവും രാവിലെ 6:30 കുർബാനയ്ക്ക് ദിവസവും വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അമ്മ ഇപ്പോൾ പള്ളിയിൽ പോകാൻ സമയമില്ല. എന്ത് ചെയ്യുവാണ്? കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. കൊച്ചിനെ കളിപ്പിക്കുന്നത് പാപമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ എന്തു പറ്റി? പ്രയോറിറ്റി കൊടുക്കേണ്ട പ്രാധാന്യം അങ്ങോട്ട് കുറഞ്ഞു. ഇത് കുറഞ്ഞെന്ന് മാത്രമല്ല, ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴാണ് ഈ ചേച്ചി എന്നോട് പറഞ്ഞത്, അച്ഛാ കുറച്ച് നാളുകളെ അച്ഛനോടൊന്ന് കാണണമെന്ന് വിചാരിക്കുക. ഇപ്പോഴുണ്ടല്ലോ കുറേ പ്രശ്നങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നു, കുറേ പ്രശ്നങ്ങൾ. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് പ്രാർത്ഥന? അച്ഛാ സമയമില്ല, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. ചേച്ചിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. ആർക്കാ പ്രശ്നം? ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിനും പ്രശ്നം. പക്ഷേ അവർക്ക് സമയമില്ല. അച്ഛൻ അതൊക്കെ പ്രാർത്ഥിച്ച് ശരിയാക്കിക്കോണം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം. ഇവിടെയാണ് ഹെബ്രായ ലേഖനം 2:1 ഇന്ന് എന്നോടും നിന്നോടും പറയുന്നത്, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ കൃപ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിന് വില കൊടുക്കണം. ആ വിഷയത്തിൽ നമ്മൾ അമിതമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിന് കൊടുക്കുന്നൊരു വിലയുണ്ടല്ലോ, ആ വില അത് നഷ്ടപ്പെട്ടു പോയാൽ തീർന്നു. നിങ്ങൾക്കിത് മനസ്സിലാക്കുവാൻ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത അവരുടെ ജീവിതയാത്രയിൽ അവർ പെരുമാറിയ ചില പെരുമാറ്റ ശൈലികളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്വർഗത്തിൽ നിന്ന് അവർക്ക് നൽകിയ ഭക്ഷണത്തിൻ്റെ പേര് മന്ന. പറഞ്ഞേ, മന്ന. ഈ മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം മാലാഖമാരുടെ അപ്പം എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്താണ് വാക്കിൻ്റെ അർത്ഥം? ആ വേർഡിൻ്റെ അർത്ഥം മന്ന ആകാശത്തുനിന്ന് വീണപ്പോൾ അവരാ പേര് കൊടുത്തത് എന്താണെന്നറിയാവോ? ഇത് എന്ത്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് എന്ത്? പറഞ്ഞേ, ഇത് എന്ത്? വാട്ട് ഇറ്റ് ഈസ്. ഇതെന്ത്? അതാണ് വാക്കിൻ്റെ അർത്ഥം. മന്ന എന്ന് പറഞ്ഞാൽ ഇത് എന്ത്, പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഈ മന്ന ആകാശത്തുനിന്ന് വീണപ്പോൾ ഇസ്രായേൽ ജനതയുടെ അവസ്ഥ എന്നറിയോ? സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തന്ന സമ്മാനം. എന്നിട്ട് അവര് ആ മന്നായെ വിശേഷിപ്പിച്ചൊരു വിശേഷ പദമുണ്ട്. ഒന്ന് വായിച്ചേ, നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 31-ാം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് 16-ാം അധ്യായം അതിൻ്റെ 31-ാം തിരുവചനം. 16:31 വായിക്കാം. ഇസ്രായേൽക്കാർ അതിന് മന്ന എന്ന് പേര് നൽകി. അത് കൊത്തമ്പാലരി പോലെ ഇരുന്നു, വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിന്റെ രുചിയുമുള്ളതായിരുന്നു. രുചി എന്താണ്?
തേൻ ചേർത്ത അപ്പത്തിന്റെ രുചി. കണ്ടോ? എന്താ രുചി പറഞ്ഞേ? തേൻ ചേർത്ത അപ്പത്തിന്റെ രുചി. അവർക്ക് മന്ന കിട്ടിയപ്പോൾ അവർ സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് കിട്ടിയ ഇതെന്തോ എന്നുള്ള പേരുള്ള മന്ന കൊടുത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, ദൈവമേ കണ്ടോ, തേൻ ചേർത്ത അപ്പം. വെറുതെ അപ്പം അല്ല, തേൻ ചേർത്ത അപ്പം. അത്രമേൽ ടേസ്റ്റാണ്, ടേസ്റ്റ്. അപ്പൊ ഇസ്രായേൽക്കാരും വളരെ സന്തോഷിച്ചു. ഇനി നിങ്ങളറിയണം, ഇവരുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മന്ന ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. മന്ന കിട്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ഭാഷാ പ്രയോഗത്തിലൊരു വ്യത്യാസം. ഒന്ന് വായിച്ചാലോ? അത് സംഖ്യയുടെ പുസ്തകം, സംഖ്യ, ബുക്ക് ഓഫ് നമ്പേഴ്സ്, ചാപ്റ്റർ 11, 11-ാം അധ്യായം 8-ാം വചനം. 11:8 സംഖ്യ 11:8. ജനം ചുറ്റി നടന്ന് അത് ശേഖരിച്ച് തിരിക്കല്ലിലോ ഉരലിലോ ഇട്ട് പൊടിച്ച് കലത്തിൽ വേവിച്ച് അപ്പം ഉണ്ടാക്കി പോന്നു. എണ്ണ ചേർത്ത് ചുട്ട അപ്പത്തിൻ്റെത് പോലെയായിരുന്നു അതിന്റെ രുചി. എണ്ണ ചേർത്ത എണ്ണ ചേർത്ത് ചുട്ടെടുത്ത അപ്പം. പറഞ്ഞേ, എണ്ണ ചേർത്ത് ചുട്ടെടുത്ത അപ്പം. ആദ്യം എന്തായിരുന്നു? ആദ്യം തേൻ ചേർത്ത അപ്പം. ഇപ്പൊ എങ്ങനെയായി? എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ലെവൽ ഇച്ചിരി അങ്ങോട്ട് കുറഞ്ഞു. ഇപ്പൊ എണ്ണയായി. ആദ്യം എന്തായിരുന്നു? തേൻ ചേർത്ത അപ്പം. അത്ര വിശിഷ്ടമായിരുന്നു, അത്ര വിശിഷ്ടം. ഇപ്പൊ എന്തായി? എണ്ണ ചേർത്ത ചുട്ടെടുത്തപ്പം. ഇനി നിങ്ങൾ സംഖ്യയുടെ പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം 5-ാം തിരുവചനം വായിച്ചാലോ? ചാപ്റ്റർ 21 വേഴ്സ് 5. യാത്രാമധ്യേ ജനം അക്ഷമരായി. യെസ്. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വില കെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. എന്തപ്പം? വില കെട്ട ഈ അപ്പം. പറഞ്ഞേ, ഈ അപ്പം എന്തായിരുന്നു? ആദ്യം തേൻ ചേർത്ത അപ്പം. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ എന്തായി? എണ്ണ ചേർത്ത അപ്പം. ഇപ്പൊ എന്തായി? വില കെട്ട അപ്പം. ഓ, മന്ന സ്വർഗത്തിൽ നിന്ന് കിട്ടിയതിനെ അത്രമേൽ ആഹ്ലാദാരവങ്ങളോട് അവർ സ്വീകരിച്ച്, അത്രമേൽ വിലയുള്ളത് തേൻ ചേർത്തത്. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ വില കുറഞ്ഞ് ഇപ്പൊ എണ്ണ ചേർത്തത്. ഇപ്പൊ പറയുന്നു ഒരു വിലയുമില്ലാത്തത്. ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനതയ്ക്ക് പറ്റെന്താണെന്നറിയോ? കിട്ടിയ കാര്യത്തിൽ അവര് അതിന് കൊടുക്കേണ്ട ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് അതിന്റെ വില കുറഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്ന എപ്പോഴാണെന്നറിയോ? കല്യാണം കഴിച്ചവരാണല്ലോ കൂടുതലും പേരിരിക്കുന്നത് അല്ലേ? വിവാഹത്തിന്റെ ആദ്യ നാളുകൾ നിങ്ങൾക്കുണ്ടായിരുന്ന പരസ്പര സ്നേഹം, ഓ എന്നാ സ്നേഹമായിരുന്നു! നോക്കുമ്പോൾ മനസ്സിലാകുമായിരുന്നു, കണ്ണിൽ നോക്കിയാൽ മനസ്സിലാകും, ചെറിയ ചലനങ്ങൾ കൊണ്ടുപോയി മനസ്സിലാകും. എന്നാൽ 2-3 വർഷം കഴിഞ്ഞപ്പോൾ സ്നേഹമൊക്കെ ഉണ്ട്, എന്നാലും എന്താന്നറിഞ്ഞുകൂടാ, ഒരു സുഖമില്ല അച്ഛാ. കുറച്ചും കൂടെ അങ്ങോട്ട് മാറി. ഇപ്പൊ എന്തായി മാറി? ആലോചിച്ചാൽ മതി. നിങ്ങൾ ചിന്തിക്കൂ, വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും ഇപ്പൊ കിടന്നുറങ്ങുന്ന 2 മുറിയില. 2 പേരെയും കൂടി ഇരുത്തി ചർച്ച തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ വേറെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നു, ഇയാളുടെ കൂടെ അല്ല, അപ്പുറത്തെ മുറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കള് ഒരു ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അച്ഛാ അവർക്കൊന്നും അറിയത്തില്ല അച്ഛാ, അവരെ ഒന്നും അറിയിക്കാതെയാണ് ഞങ്ങൾ വളർത്തുന്നത്, പക്ഷെ ഞങ്ങൾ മാനസികമായിട്ട് അകന്നു കഴിഞ്ഞു. ഇനി ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് ഇമ്പോസിബിളായി കഴിഞ്ഞു. 10-14 വർഷത്തിനാകുന്നേ ഉള്ളെന്ന്. ഇനി ഒരുമിച്ച് ജീവിക്കുക ഇമ്പോസിബിൾ. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒന്നും അറിയിക്കാതെയാണ് ഞങ്ങൾ വളർത്തുന്നത്, കുഞ്ഞുങ്ങളെ ഒന്നും അറിയിക്കാതെ. എൻ്റെ ചോദ്യം, കുഞ്ഞുങ്ങൾ അറിയത്തില്ലേ? നിങ്ങൾ എന്തൊരു മണ്ടനും മണ്ടിയുമാ! നിങ്ങൾ അറിയുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങൾ ആദ്യം അറിയുമെന്ന്. നിങ്ങൾക്ക് എത്ര നാൾ അഭിനയിക്കാൻ പറ്റും?
ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എത്ര നാൾ അഭിനയിക്കാൻ പറ്റും? കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് എത്ര നാൾ അഭിനയിക്കാൻ പറ്റും? നിങ്ങളെക്കാൾ കൂടുതലായി നിങ്ങളുടെ ചലനങ്ങളും നിങ്ങളുടെ നിലപാടുകളും നിങ്ങളുടെ സംസാരങ്ങളും ഒപ്പിയെടുക്കുന്നവരാണ് ആര്? നിങ്ങളുടെ മക്കൾ. അപ്പം അതുകൊണ്ട് മക്കളെ പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ ആ അപ്പനോട്, ആ ഹസ്ബൻഡ് വൈഫിനോട് പറഞ്ഞ കാര്യം, നിങ്ങൾ മക്കളെ പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. അച്ഛാ ഇനിയിപ്പോൾ എന്നാ ചെയ്യണേ? മനസ്സുകൊണ്ട് അകന്നുപോയി, മനസ്സുകൊണ്ട് അകന്നുപോയി. അത്രമേൽ സ്നേഹത്തിലായിരുന്നു കുടുംബജീവിതം, അത്രമേൽ സ്നേഹത്തിലായിരുന്നു. വിലയുണ്ടായിരുന്ന സാധനത്തിൻ്റെ വില കെട്ടുപോയെന്ന്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഭാര്യ ഭർത്ത ബന്ധത്തിൽ മാത്രമല്ല, ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, ഒരു കന്യാസ്ത്രീ എന്ന നിലയിൽ സിസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ സംഭവിക്കും. അല്ലേ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കൃപയുടെ അഭിഷേകത്തിൻ്റെ മൂല്യം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന നിമിഷങ്ങളിൽ തീർന്നു. അന്ന് മുതൽ നമ്മൾ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. അത്രമേൽ തേൻ ചേർത്ത അപ്പം അതിപ്പോൾ നമുക്ക് വിലയില്ലാണ്ടായി, നമുക്കൊരു വിലയില്ലാണ്ടായി. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇത് നമ്മുടെയൊക്കെ കൂട്ടായ്മയിൽ ചുറ്റുവട്ടത്ത് സംഭവിക്കുന്ന കാര്യം. ഞാനൊരു സെമിനാരിയിൽ ചേരാൻ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് അവനൊരു ഡിഗ്രി പഠനം കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ സെമിനാരിയിൽ ചേർന്നൊരു വൈദികനാകാൻ ആഗ്രഹം. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ പറയാൻ ഇവനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവന് വേണ്ടി ഞാനാണ് അവതരിപ്പിച്ചത്. ഇതൊക്കെ അവതരിപ്പിച്ചപ്പോഴത്തേക്ക് ആ വീട്ടിലുള്ളവർ പറഞ്ഞു, അച്ഛാ ഇവരുടെ അപ്പൻ്റെ സഹോദരൻ ഒരു വൈദികനാണ്, അദ്ദേഹത്തോടൊന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാം. അപ്പോൾ ഈ സഹോദര വൈദികനോട് ചോദിച്ചപ്പോൾ സഹോദര വൈദികൻ്റെ അഭിപ്രായം എന്നാണെന്നറിയോ? പറയാൻ കൊള്ളാവുന്നതല്ല, എന്നാലും പറഞ്ഞത് ഇങ്ങനെയാണ്: ഏതായാലും ഞാൻ പെട്ടു, ഇനി നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേറെ ഒരാളെ അച്ഛനാകാൻ വിടണ്ട. ഏതായാലും ഞാൻ പെട്ടു, ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ അച്ഛനാകാൻ വിടണ്ട. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്ഭുതമൊന്നും തോന്നാത്തത്, അച്ഛാ ഇതൊക്കെ ഞങ്ങൾ ദിവസവും കേൾക്കണതാ അച്ഛാ, ഇതൊക്കെ ഞങ്ങൾ ദിവസവും കേൾക്കണം. അതെങ്ങനെയാ പെട്ടു എന്നുള്ള വാക്ക് വരുന്നത്? ഒരു വൈദികനായപ്പോൾ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയാണോ? പെട്ടു, അങ്ങനെയാണെങ്കിൽ വൈദികനാകത്തില്ലല്ലോ. പിന്നെ എങ്ങനെയായത്? നാളുകൾ കഴിഞ്ഞ് മുമ്പോട്ട് നീങ്ങുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള ജീവിത ശൈലികൾക്ക് മാറ്റം സംഭവിക്കുമ്പോൾ അത്രമേലുണ്ടായിരുന്ന ആ ഉറപ്പ് അതിങ്ങനെ കുറയാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, ഉദാഹരണത്തിന് ഞാനെന്നൊരു വൈദികനാകുമ്പോൾ എൻ്റെ ഉള്ളിൽ അത്രമേൽ ശക്തമായ ഒരു ഉറപ്പ്, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുന്നു. അത്രമേലുള്ള ഉറപ്പ്. ആ വാക്ക് പറഞ്ഞേ എന്താണ്? ഉറപ്പ്. ഇതെൻ്റെ കാര്യം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ അത്യാവശ്യം. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ പ്രവേശിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത്, ഇവൾ എൻ്റെ ഭാര്യ, അതുകൊണ്ടാണല്ലോ കല്യാണം കഴിച്ചത്. ഈ ആൾ എൻ്റെ ഭർത്താവ്. അൾത്താരയുടെ മുമ്പിൽ വെച്ച് വിവാഹ ജീവിതത്തിൽ ഉടമ്പടി എടുത്തു. ഒരു റെവറൻഡ് സിസ്റ്റർ ആവുമ്പോൾ, സന്യാസ സഭയിലെ വസ്ത്രം സ്വീകരിച്ച ഒരു സന്യാസിനിയായി ജീവിക്കുമ്പോൾ അത്രമേലുള്ള ഉറപ്പ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിത വഴി ആരംഭിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഉറപ്പുണ്ടാവണം. ഉറപ്പുണ്ടാവണം. ഈ ഉറപ്പ് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയുന്ന മറ്റൊരു വാക്കാണ്, അത് ഇതെൻ്റെ ഒരു ബോധ്യമാണ്. എന്തായി മാറി? ബോധ്യം. ഞാനൊരു ശുശ്രൂഷകനാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. ആദ്യം എന്തായിരുന്നു? ഉറപ്പ്. ഇപ്പം എന്തായി മാറി? ബോധ്യം. ഞാനൊരു വൈദികനാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ വ്യക്തിയുടെ ഉള്ളിലോട്ട് കടന്നു വരുന്നത് എന്നാണെന്നറിയോ? ഞാനൊരു വൈദികനാണെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. എന്തായി മാറി? ചിന്ത. ഇവൾ എൻ്റെ ഭാര്യയാണെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. എന്തായിരുന്നു? ഉറപ്പായിരുന്നു. ഇപ്പം എന്തായി മാറി? ഇത് വെറും ഒരു ചിന്തയായി മാറി. ഇത് വെറും ഒരു ചിന്ത. ഈ ചിന്ത വരുമ്പോഴത്തേക്കാണ് സ്വയം ഇങ്ങനെ ആലോചനകളൊക്കെ വരുന്നത്. യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരുന്ന ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ ക്രിസ്റ്റീന എന്ന് പറയും. കൊറോണ കാലത്തിന് മുമ്പ്
മ്യൂസിക് റിയാലിറ്റി ഷോയിലൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. ഹരം കൊള്ളിക്ക്, സ്റ്റേജിൽ ഹരം കൊള്ളിക്ക്, സന്യാസ വസ്ത്രം ധരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് നല്ല പെർഫോമൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സിസ്റ്റർ ക്രിസ്റ്റീന യൂത്തിനൊക്കെ വളരെ അട്രാക്റ്റീവായിരുന്നു. കൊറോണ കാലം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഈ സിസ്റ്ററിനെ കാണാനൊന്നുമില്ല, യൂട്യൂബിൽ എങ്ങൊന്നുമില്ല. കൊറോണ കാലം കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് നോക്കി, കുറച്ചു നാൾക്ക് മുമ്പ് ഞാൻ ഈ സിസ്റ്ററിനെ കണ്ടത് സന്യാസ വസ്ത്രമില്ലാതെ ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന ഈ സിസ്റ്റർ. സന്യാസ വസ്ത്രമൊക്കെ ഉപേക്ഷിച്ചു. ഈ സിസ്റ്ററിനോട് ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ചോദിക്കുകയാണ്, എന്തേ സന്യാസ വസ്ത്രം ഉപേക്ഷിച്ചു? അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, ഇത് എനിക്കൊരു ഭാരമായിട്ട് തോന്നി, ഞാൻ അത് ഉപേക്ഷിച്ചു. ഇപ്പോൾ ഞാൻ ഒരു കന്യാസ്ത്രീ അല്ല. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുടെ വീണ്ടും ചോദ്യം, അതെന്തേ അങ്ങനെ ഉപേക്ഷിച്ചു സന്യാസ ജീവിതം? അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, ഞാൻ കൊറോണ കാലത്താണ് സ്വയം ചിന്തിക്കാൻ തുടങ്ങിയത്. എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്? സ്വയം ഞാൻ എന്നോട് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ കഴിവുകൾ, എൻ്റെ പെർഫോമൻസ്, എൻ്റെ ഫോളോവേഴ്സ്, എൻ്റെ കഴിവുകൾ ഈ കോൺവെന്റിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തീരാനുള്ളതല്ല, ഇത് ലോകമെമ്പാടും എത്താനുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ കോൺവെന്റ് ജീവിതം എനിക്കൊരു ഭാരമായിട്ട് മാറി. ആരോട് ചോദിച്ചെന്നാ പറഞ്ഞത്? സ്വയം ചോദിച്ചു. ഞാൻ എന്നോട് തന്നെ ചോദിക്കുമ്പോൾ ആരാ ഉത്തരം പറയണത്? ഞാൻ തന്നെ ഉത്തരം പറയണത്. ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, നിന്റെ വിളിയെക്കുറിച്ച് നിനക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ സ്വയം ചോദിച്ചേക്കരുത്. സ്വയം ചോദിച്ചാൽ നീ തന്നെ കുറെ ഉത്തരങ്ങൾ കണ്ടെത്തും. സെൽഫ് ടോക്ക് പാടില്ല. നീ ആരോടാ ചോദിക്കേണ്ടത്? നിന്നെ വിളിച്ചവനോടാണ് നീ ചോദിക്കേണ്ടത്. നീ സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ നീ പറയും, അതിനിപ്പോൾ എന്താ കുഴപ്പം, എടാ ഇങ്ങനെ ജീവിച്ചാൽ മതി, അങ്ങനെ ജീവിച്ചാൽ മതി, നിനക്ക് ഇങ്ങനെ ജീവിക്കാമല്ലോ എന്നിങ്ങനെ അനേകം ഉത്തരങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. സെൽഫ് ടോക്ക് വളരെ അപകടം പിടിച്ചതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചേ, അത്രമേൽ ഉറപ്പുണ്ടായിരുന്നൊരു കാര്യം എന്തായി മാറി? എൻ്റെ ഒരു ചിന്തയായി മാറി. കുറച്ചും കൂടെ കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തായി മാറും? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അത്രമേൽ ഉറപ്പുണ്ടായിരുന്നൊരു കാര്യം ഇപ്പോൾ ഒരു കാഴ്ചപ്പാടായി മാറും. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഉണ്ടാവുന്ന എന്നാണെന്നറിയാവോ? എൻ്റെ ഒരു തോന്നല് ഇങ്ങനെയാണ്. എൻ്റെ ഒരു തോന്നല് എന്തായിരുന്നു? ഉറപ്പുണ്ടായിരുന്ന കാര്യം ഇപ്പം എന്തായി മാറി? എൻ്റെ ഒരു തോന്നലായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു തോന്നലായിട്ട് മാറി. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ അതൊരു സംശയമായിട്ട് മാറും. എന്തായി മാറും? സംശയമായിട്ട് മാറും. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് ഉപേക്ഷയായിട്ട് മാറും. ഇത് വൈദിക ജീവിതത്തിൽ മാത്രമല്ല, സന്യാസ ജീവിതത്തിൽ മാത്രമല്ല, കുടുംബ ജീവിത വഴികളിൽ, ശുശ്രൂഷ വഴികളിൽ നമ്മളായിരിക്കുന്ന വിളിയിൽ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കുണ്ടായിരുന്ന ഈ കൃപയുടെ വില നഷ്ടപ്പെട്ടു പോവുക. സത്യത്തിൽ എങ്ങനെയാ വരേണ്ടത്? വളർച്ചയാണ് വേണ്ടത്, എന്നാൽ തളർച്ചയാണ് സംഭവിക്കുന്നത്. വളർച്ച എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മെച്ചപ്പെട്ടു വരണം. വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിത പങ്കാളിയോടുള്ള നിന്റെ സ്നേഹം വർദ്ധിച്ചു വരണം, വർഷം തോറും വർദ്ധിച്ചു വരണം. ഇന്ന് വർദ്ധിച്ചാണോ വരുന്നത്, അതോ തളർന്നാണോ പോകുന്നത്? ചിന്തിക്കണം. രണ്ടും രണ്ട് മുറിയിലൊക്കെ കിടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി അത് വർധനവല്ല, മറിച്ച് കുടുംബ ജീവിതത്തിൻ്റെ താളം കേടാണത്. കുടുംബത്തിന് സ്വസ്ഥത നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. നിങ്ങൾക്ക് ഈ ആത്മീയ ജീവിതത്തിലുള്ള വളർച്ച മനസ്സിലാക്കാൻ ഒരു കൊച്ചുദാഹരണം, അത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 9-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 4, 4-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം. ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ. ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പോൾ ഈശോയെ കുറിച്ച് ഈ സ്ത്രീ പറയുന്ന ആദ്യത്തെ ഒരു കമന്റ് എന്താ? നീ ആരാ? നീ ഒരു യഹൂദനാണ്. യു ആർ എ ജ്യൂ. നീ ഒരു യഹൂദനാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, 4-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം നോക്കിക്കേ. 11-ാം തിരുവചനം. അവൾ പറഞ്ഞു പ്രഭോ. ഇപ്പൊ എന്താ വിളിക്കുന്നത്? ആദ്യം എന്തായിരുന്നു? ആദ്യം യഹൂദൻ. ഇപ്പൊ ലെവൽ അങ്ങോട്ട് ഉയർന്നേ. ഇപ്പൊ എന്താ പറയുന്നത്?
പ്രഭോ. പ്രഭോ ലെവൽ അങ്ങോട്ട് കയറി. ഇനി ഒന്ന് വായിച്ചേ, അടുത്തത് 4-ാം അധ്യായം 12-ാം വചനം വായിച്ചേ. ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? യാക്കോബിനേക്കാൾ വലിയവൻ. കണ്ടോ, ആദ്യം എന്തായിരുന്നു? യഹൂദൻ, പിന്നീട് എന്തായി? പ്രഭോ എന്ന് വിളിച്ചു. ഇപ്പൊ പറയാണ് നീ യാക്കോബിനേക്കാൾ വലിയവനാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കുക. ദേ വായിച്ചേ, 4-ാം അധ്യായം 19-ാം വചനം വായിച്ചു. 4:19. അങ്ങ് പ്രഭോ, അങ്ങ് ഒരു പ്രവാചകനാണെന്ന്. കണ്ടോ കണ്ടോ കണ്ടോ, ഇപ്പൊ എന്താ പറയണത്? പ്രവാചകനാണ്. യു ആർ എ പ്രോഫറ്റ്. ആദ്യം എന്താന്നാ പറഞ്ഞത്? യഹൂദൻ എന്ന് പറഞ്ഞു. രണ്ടാമത് എന്ത് പറഞ്ഞു? പ്രഭോ എന്ന് പറഞ്ഞു. മൂന്നാമതെത്തിയപ്പോ പറയാൻ യാക്കോബിനേക്കാൾ വലിയവൻ. ഇപ്പൊ എന്താ പറയണത്? അങ്ങൊരു പ്രവാചകനാണ്. വളർച്ചയാണ്. ആത്മീയ മേഖലയിൽ ഒരു വളർച്ചയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഒറ്റ വചനം കൂടെ വായിച്ചാൽ അടുത്ത കാര്യം മനസ്സിലാകും. 4-ാം അധ്യായം 25-ാം തിരുവചനം 25. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന്. മിശിഹ. കണ്ടോ, കാഴ്ചപ്പാട് മാറി. കണ്ടോ, മിശിഹ ക്രിസ്തു വരുമെന്ന്. എവിടെ കിടന്നതാ? യഹൂദനല്ലേ എന്ന് വിളിച്ച് തുടങ്ങിയത്. ദേ യേശുവിനോട് അടുത്തടുത്ത് വന്നപ്പോൾ, സംസാരിച്ച് വന്നപ്പോൾ ഈ സ്ത്രീയുടെ കാഴ്ചപ്പാട് മാറി. അവസാനം എത്തിച്ചേർന്നത് മിശിഹ, അങ്ങാണ് ക്രിസ്തു. ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ ഭൂമിയിൽ തിരിച്ചറിയേണ്ടത്, യേശുവിനോടുള്ള ബന്ധം വഴി നിനക്കൊരു വളർച്ചയുണ്ടാവണം. നിന്റെ സ്നേഹബന്ധത്തിനൊരു വളർച്ചയുണ്ടാവണം. തളർച്ചയാവരുത്. ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്ക്, നിനക്കൊരു ആത്മീയ വളർച്ച വേണം. പറഞ്ഞു കൊടു. ഉണ്ടോ ആത്മീയ വളർച്ച ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പോട്ട ആശ്രമത്തിൽ ഇരുന്ന് ഉറങ്ങുന്ന ചേച്ചി, ഉറങ്ങുന്നവരെ ഇങ്ങോട്ട് നോക്കിയേ. വളർച്ചയുണ്ടോ? ഇനിയിപ്പോൾ ഉറങ്ങുന്ന ചേച്ചിനെ കാണാൻ അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്ക്. അതിനേക്കാൾ കൊള്ളാം. ചോദ്യം, ആത്മീയ വളർച്ചയുണ്ടോ? നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശുശ്രൂഷകരുണ്ട്, പല വിധത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, സ്ഥിരമായിട്ട് പോട്ടാശ്രമത്തിൽ അനുദിന ശുശ്രൂഷയിൽ വരുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. എൻ്റെ ചോദ്യം, വളർച്ചയുണ്ടോ അതോ തളർച്ചയാണോ? ഇന്നൊരു വചനം വായിക്കുമ്പോൾ നിനക്കൊരു കൊതി തോന്നുന്നുണ്ടോ? അതോ നിനക്കിത് വചനം, പിന്നെ ഇതൊക്കെ ഞാൻ എത്ര കണ്ടത്, പിന്നെ അച്ഛനൊക്കെ ഏത്, ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായി പോട്ടാശ്രമത്തിലിരുന്ന് വചനം കേൾക്കുന്നവരാ, ഇതൊക്കെ നിങ്ങൾ ഏത്? എന്നാ സംഭവിക്കണമെന്നറിയോ? വളർച്ചയാണോ തളർച്ചയാണോ? വളർച്ചയല്ലെന്ന തളർച്ചയാണ്. വളർച്ച വേണമെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തുണ്ടാവണം? ഒരു വചനം കേൾക്കുമ്പോൾ അതിനോടൊരു കൊതി തോന്നണം. വിലയുള്ളൊരു അപ്പമായിട്ട് നീ കണക്കാക്കണം. അത്രമേൽ തേൻ ചേർത്ത അപ്പം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ കാര്യം എന്താ? ഇതെന്തപ്പം? ഇതപ്പമാണോ? ഒരു വിലയുമില്ലാത്ത അപ്പം. ഇതെന്ത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വീഴ്ചയെക്കുറിച്ചാണ്. നിന്റെ ജീവിത പങ്കാളി, ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങൾക്കുള്ള സ്നേഹം കുറഞ്ഞു പോയോ? ഒന്നും പറയണില്ലല്ലോ. ഉണ്ടെങ്കിലല്ലേ കുറയുള്ളൂ. സ്നേഹം കുറഞ്ഞു പോയോ? സൂക്ഷിക്കണമെന്ന്. സ്നേഹം കൂട്ടണം. അതിനാണ് നമ്മുടെ ഫോക്കസ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവവിളി, ഒരു വൈദികൻ എന്ന നിലയിൽ, ഞാൻ ഒരു സിസ്റ്റർ എന്ന നിലയിൽ എൻ്റെ ജീവിതാവസ്ഥയിൽ ഞാൻ വളരുകയാണോ തളരുകയാണോ? അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം നമ്മളെ പഠിപ്പിച്ചത് 2-ാം അധ്യായം 1-ാം വചനം, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഈ വചനം ഇന്ന് എനിക്കും നിനക്കും വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിത അവസ്ഥകളിൽ നമ്മൾ ചില കാര്യങ്ങളിൽ അതിശക്തമായ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവ് ക്ഷണിക്കുകയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിലൊരു 3 പ്രാവശ്യം ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അല്പം കൂടെ ചൊത്തി പറഞ്ഞേ. ഹല്ലേലൂയാ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോയോട് പറയണം, ഈശോയെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും വലിയ ഒരു കൃപയായി മാറട്ടെ. ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ പരമമാ